അപ്പോൾ നമുക്ക് എവിടുന്ന് തുടങ്ങാം? ഉം. ആ, എടാ ക്യാം ഓണാക്കാത്തത് വേറെ കൊണ്ടല്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇമോഷണൽ ആവാം. അയ്യോ, നിങ്ങളുടെ ഈ സപ്പോർട്ട് എന്താ പറയുക, ഭയങ്കര ഓവർവെൽമിംഗ് ആണ് ഗൈസ്. താങ്ക് യു എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. ഹലോ, കേക്കാമോ? കേക്കാം. എടാ, നിങ്ങളുടെ അപ്പാപ്പനുണ്ടല്ലോ, ലോല ഹൃദയ. യെസ്, അതെ. ഇത്രയ്ക്ക് ലോലഹൃദയനാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പുള്ളിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഇത്രയും പേര് ഇത്രയും എന്തൊക്കെയോ എന്താ പറയുക കാണിക്കുന്ന സപ്പോർട്ട് പുള്ളിക്ക് ഒട്ടും എന്താ പറയണേ, ഇത്രയും ഒരു ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത്ര ആൾക്കാർ നമ്മുടെ അടുത്ത് ഇത്രയും സപ്പോർട്ടിൽ നിൽക്കും. പലതും പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്താ പറയുന്നത്, വരുന്ന മെസ്സേജിന് കയ്യും കണക്കുമില്ല. കാരണം അത് ഫുള്ള് കാണുന്ന ആളും നോക്കുന്ന ആളും ഞാനാ. അപ്പം എപ്പം നോക്കിയാലും ഫുള്ള് മെസ്സേജാണ്. അത് എന്താ പറയുക, ഓപ്പൺ ചെയ്ത് റിപ്ലൈ കൊടുക്കാൻ പോലും പറ്റിയിട്ടില്ല ഒന്നിനും. അതിനെല്ലാം റിപ്ലൈ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ലൈവ് വന്നേക്കാം. കുറച്ച് നേരമേ കാണത്തുള്ളൂ. ആ കുറച്ച് നേരം വരാമെന്ന് കരുതിയ പോലും അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേങ്കിൽ ഇത്രയും ആൾക്കാർ വന്നിരുന്ന് ഇത്രയും സപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും ഒരുപാട് മുകളിലാണ്. ഇത്രയും സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് കരുതുമ്പം എന്താ പുള്ളി പറയാൻ ലൈവ് തുടങ്ങിയിട്ട് എന്താ പറയണ്ടേന്ന് അറിയില്ല. എന്ത് പറയണമെന്നറിയത്തില്ല. വീണ്ടും എന്താ നിങ്ങൾ ഇത്രയും സ്നേഹം തരുന്ന എന്തിനാന്നാണ് പുള്ളിക്ക് ഇപ്പം മനസ്സിലാവാത്തത്. അത്രയ്ക്ക് സപ്പോർട്ടാണ് തരുന്നത്. പുള്ളിക്കാരൻ്റെ വല്ലാണ്ട് എന്താ പറയേണ്ടത് നിങ്ങൾ അടിച്ചിരിക്കില്ല. പുള്ളി അപ്പുറത്ത് നിന്ന് കരയോ കേട്ടോ റിക്കെ, സത്യമായിട്ടും. ആൾക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല എന്ന്. റിക്ക് എന്തേലും ഒന്ന് പറയും. ഞാനെന്ത് പറയാനാ? ഡെവലപ്പർ എന്ന നിലയ്ക്ക് റിക്കിന് എന്താണ് തോന്നുന്നത്? റിക്കിൻ്റെ റിക്കിന് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ റിക്ക് കുറച്ച് നേരം പറയും. അയ്യോ, അത്ര നേരം ഒന്നും പറയാനൊന്നും അറിയത്തില്ല. എൻ്റെ സൗണ്ട് കേൾക്കാവോ? ഹലോ, റിക്കിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഗൈസ്? അത് മാത്രം നിങ്ങൾ പറയൂ. ഏതാ ഇതിൽ ഡെസ്ക്ടോപ്പ് ഓഡിയോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ എക്സലാൻഡസിൽ ജോയിൻ ആയിട്ട് 1 വർഷത്തിൽ മേളിലായി. ഞാൻ വരുന്നതിന് മുന്നേ ഇവരെല്ലാം കൂടെ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് എക്സലാൻഡസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ വന്ന ശേഷമാണെങ്കിലും ഞങ്ങളതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പം ഈ ഒരു 600 സംതിങ് പ്ലേയേഴ്സിനെ എത്തിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ ഒത്തിരി വർക്കുണ്ട്.
നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഇത്രയും പ്ലേയേഴ്സ്, പക്ഷേ ഒരു സെർവറിൽ ഇത്രയും പ്ലേയേഴ്സ് കണക്ട് ആകാന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ പുറകിൽ ഒരുപാട് വർക്കും എഫേർട്ടും ഉണ്ട്. അത് കൂടാഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ പുറത്ത് എല്ലാ ടൈപ്പ് ഓഫ് അറ്റാക്സും, നമ്മളൊരു അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യുമ്പോൾ അടുത്ത ടൈപ്പ് ഓഫ് അറ്റാക്ക്, അത് കഴിയുന്നുണ്ടെങ്കിൽ അടുത്ത ടൈപ്പ് ഓഫ് അറ്റാക്ക്, അങ്ങനെ ഓരോന്ന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യും. അത് കഴിയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സെർവർ ഇഷ്യൂ വരും, PL ഇഷ്യൂ വരും. അപ്പം നമ്മൾ അതിനെ എങ്ങനെയൊക്കെ ശരിയാക്കി വരുമ്പോഴത്തേന് അടുത്ത പ്രശ്നം വരും. പക്ഷേ നിങ്ങളൊക്കെ പ്ലേയേഴ്സ് ആണെങ്കിൽ അത്രയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് ഇഷ്യൂ വന്നാലും നമ്മളത് ശരിയാക്കും, നമ്മൾ തിരിച്ചു വരും എന്നുള്ളൊരു സപ്പോർട്ട് പ്ലേയേഴ്സിൻ്റെ അടുത്തുനിന്ന് നമുക്ക് അത്രയധികം കിട്ടിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഭയങ്കര പ്രൗഡാണ്. പക്ഷെ ഇത് ഞങ്ങളെല്ലാം എന്താ പറയണേ, ഇങ്ങനൊരു സംഭവം വന്നപ്പോഴത്തേന് ഞങ്ങളെല്ലാം ആകെ ഇതായിപ്പോയി. കാരണം എന്താ പറയണേ, ഇരുന്നിരിപ്പി കൈക്കുമ്പിളിരുന്നെല്ലാം ചോർന്നു പോയ അവസ്ഥയല്ലേ. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ സാധനങ്ങൾ എല്ലാം കിടക്കണത് അതിൻ്റെ അകത്താണ്. ആ ഒരു സാധനം റോക്സ്റ്റാർ ബാൻ ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എവിടുന്ന് തുടങ്ങണമെന്നറിയാതെ പറ്റാത്തൊരു ഇതായിപ്പോയി. ഇനി എന്താ പറയണ്ടേ, പക്ഷെ നമ്മളൊരു ചോദ്യചിഹ്നമായിരുന്നു അല്ലേ? അതെ. ചോദ്യചിഹ്നം പിന്നെ ബാക്കി ഇനി പറയേണ്ടത് ബ്രാവയാണ്. ബ്രാവോയാണ് ബാക്കി പറയേണ്ടത്. കാരണം ഞങ്ങൾ ആരുമല്ല നിങ്ങൾക്ക് ഉത്തരം തരേണ്ട ആള്. നിങ്ങൾ ഉത്തരം അതെ. കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ആരുടെ അടുത്തു നിന്നാന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെങ്കിൽ ആൾക്ക് സത്യം പറയുന്ന ലൈവ് വരാൻ വേണ്ടിയിട്ട് ഇരുന്നതല്ല. കുറച്ചും കൂടെ എന്തെങ്കിലും ഇത് നിങ്ങൾക്ക് മുമ്പിൽ എന്തെങ്കിലും ഒന്ന് എത്തിക്കാൻ പറ്റുമോ, അത് ആയി കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി ഇരുന്ന ഒരാളാണ്. പക്ഷേങ്കിൽ ഈ വരുന്ന മെസ്സേജിന് എന്താ പറയേണ്ടത്, അതും ആൾക്കാർ ഒരുപാട് പേരത് അറിയാൻ വേണ്ടി ഇരിക്കുന്നു. അങ്ങനെ വന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് കുറച്ച് നേരം ഇപ്പം എന്താ പറയുന്നത്, ഇത് ഇട്ടേക്കണ മാതിരി ഹോപ്പ് നമുക്കുണ്ടോ ഇല്ലയോ, നിങ്ങൾക്കൊരു ഹോപ്പ് തരാൻ വേണ്ടിയിട്ടോ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം പുള്ളി ഇന്നിത് വന്നത്. പക്ഷേങ്കിൽ പുള്ളി ഉദ്ദേശിക്കുന്ന രീതിയിൽ പുള്ളിക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് സത്യം. പലതും എന്താ പറയേണ്ടത്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇങ്ങനെ അല്ലറക്കെ കുറച്ചിന് മുമ്പ് വരെ പറഞ്ഞു അതെ. ഓക്കെ ഇവർ ഒന്നിച്ചുണ്ടായിരുന്നു ഇത്രയും നേരം. ഇവരെല്ലാവരും ഡീസിൽ ഇരിപ്പുണ്ടായിരുന്നു. ഡൈനു, റിക്ക്, പിന്നെ ഒക്കെ ഉണ്ടായിരുന്നല്ലേ. അതെ, ഇവരെല്ലാം കൂടി ഇരുന്ന് പലതും എന്താ പറയേണ്ടത്, ഇവർക്കല്ലേ അറിയുള്ളൂ ഇതെന്താ, ഇവരുടെ കുട്ടിയല്ലേ ഇത്. അപ്പോൾ ഇവർക്കല്ലേ അറിഞ്ഞു ഇതിൻ്റെ അകത്ത് എന്താണ് ചെയ്യേണ്ടത്, ഇനി എന്താണ് എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് ഇവരാണ്. അപ്പോൾ അവരുടെ തീരുമാനങ്ങളും അവരുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഞാനും ഒരു വ്യൂവറാണ്, ഞാനും കാത്തിരിക്കുന്നത് അത് തന്നെയാണ്. പിന്നെന്താ പറയാ, എനിക്കും ഒന്നും പറയാൻ അറിയത്തില്ല. നിങ്ങൾക്ക് എന്താ ഗൈസ് അറിയാനുള്ളത്, നിങ്ങൾ അത് ചോദിക്കൂ. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ? വിഷമമാണോ, സങ്കടമാണോ, നിങ്ങൾ ഓക്കെ ആണോ? അതാണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങൾ ഓക്കെ ആണോ ഗൈസ്? ഏട്ടൻ ഓക്കെ ആണോ എന്ന് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അതേപോലെ ഞങ്ങൾക്ക് തിരിച്ചു വയ്ക്കേണ്ടതാണ്, നിങ്ങൾ ഓക്കെ ആണോ? നോ നോ നോ. നമുക്ക് ഈ നോ ഒക്കെ മാറ്റി യെസ് ആക്കണം. എല്ലാവരും ഓക്കെ ആവണം, എല്ലാവരും തിരിച്ചു വരണം. എന്താ പറയേണ്ടത്, നമുക്ക് ലൈഫ് എപ്പോഴും ഒരേപോലെ ഇരിക്കത്തില്ല. ഓക്കെ, യെസ്, തിരിച്ചു വന്നു. ഹായ് എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. അയ്യോ, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. സോ അതിൻ്റെ ഒരു ഓവർവെൽമിങ് എന്താ പറയുക ഫീലിങ്സ്, അത് ഇത് പോയിൻ്റ് ഒന്നുമല്ല കേട്ടോ. പോയിൻ്റ് ഒന്നുമല്ല, കാശ് പോയതൊന്നും കാര്യമില്ല. പൈസയല്ലേ, പൈസ നമുക്ക് വീണ്ടും ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ. അതിലൊന്നും വിഷമമില്ല. പക്ഷെ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ
എന്തൊക്കെയോ എന്തിനാണ് എനിക്ക് ഈ ഫീലിങ്സ് വരുന്നത് എനിക്ക് അറിയത്തില്ല. എടാ ഇമോട്ടുള്ളി ആണെങ്കിൽ അത് മാറ്റിയേക്കാം കേട്ടോ. അവർക്ക് എന്തായാലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കട്ടെ, അതായിരിക്കും നല്ലത്. എനിക്ക് ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയാ, ആട് ബ്രോ കുറെ കാര്യങ്ങൾ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവല്ലേ, അത് വേണോ ക്യാമറ? നമ്മൾ എല്ലാത്തിനെ ഫേസ് ചെയ്യാൻ പഠിക്കണം. നിങ്ങളെ കാത്താൻ ആൾക്കാർ പേടിച്ചു ഇരിക്കുന്ന പോകും. പേടിയൊന്നുമില്ല. ഹായ് ഹായ് ഹായ്, ഇപ്പൊ നിങ്ങൾ ക്യാമറ ഞാൻ ആദ്യമേ ഇവരോടൊക്കെ സംസാരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടില്? സുഖമാണോ? ഫുഡൊക്കെ കഴിച്ചു എല്ലാരും? കമന്റ് ചെയ്യാൻ വായിക്കുന്നില്ല. അവര് പറയട്ടെ. ആദ്യമേ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ ഫ്രീ ആവെന്ന് തോന്നുന്നു. ഇതെന്തോന്ന് ഇത്? ഞാൻ ഓക്കെയാണ് കേസ്, ഓക്കെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്താ പറയാ, ഞാൻ അമ്മക്കുട്ടിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ആവശ്യം വേണ്ടി എറണാകുളം പോകുന്ന സമയത്താണ് അപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം അറിയുന്നത്. ഈ ഒരു കാര്യം അറിഞ്ഞ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്തോ ഭാഗ്യത്തിനാന്ന് എനിക്ക് ആടുപുറനെ വിളിച്ചോണ്ട് പോകാൻ തോന്നിയത്. പുള്ളിനെ വിളിക്കാതെ കാണാൻ ഞാൻ പോയിരുന്നുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അത് എടാ സത്യം പറയട്ടെ, എനിക്ക് ഒരുപാട് പേരോട് ആദ്യമേ പറയാനുള്ള താങ്ക്സ് ആണ് കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് മിക്കവർക്കും എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയില്ല, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എനിക്ക് ഒരുപാട് പേർക്ക് റിപ്ലൈ തരാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അത് പല കാര്യങ്ങളുടെ ഇടയ്ക്ക് തിരക്കിലും പല ഇതിലും മൈൻഡിലും ആയതുകൊണ്ടാണ് എനിക്ക് ആർക്കും റിപ്ലൈ തരാഞ്ഞ്. സോറി ഗൈസ്, നിങ്ങളുടെ എല്ലാവരുടെ മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആദ്യമേ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. എല്ലാവർക്കും അതയച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അത് വ്യൂവേഴ്സ് ആയാലും പ്ലേയേഴ്സ് ആയാലും അല്ലെങ്കിൽ കൂടെ ഉള്ളവരാണേലും നമ്മുടെ കോമ്പറ്റീഷൻ ഉള്ളവരാണേലും എല്ലാവർക്കും ആദ്യമേ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വലിയ താങ്ക്സ് കേട്ടോ. കാരണം ആ ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. കാരണം ഒരു പോയിന്റിൽ ഇത് ഇവിടെ വെച്ച് നിർത്തിയാലോ എന്ന് പറയാൻ ചിന്തിച്ചായിരുന്നു. ബട്ട് അപ്പോഴാണ് എനിക്ക് ഈകളുടെ മെസ്സേജ് വന്നായിരുന്നു എനിക്ക്. അതേപോലെ തന്നെ ഡൈനു പറഞ്ഞ് ഡൈനുവിൻ്റെയും എന്താ പറയുക എല്ലാവരുടെയും, ഡൈനുവിനെ മാത്രം എല്ലാവരുടെയും സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. ആടുബ്രോക്കെ സത്യം ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആടുബ്രോക്കെ ഫിസിക്കലി ഇവിടെ പ്രസന്റ് ആയിരുന്നു. മൊത്തത്തിൽ ഞാൻ ഓക്കെയാണ്. എനിക്ക് ആകെയുള്ളൊരു വിഷമം എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഞാൻ അതിൽ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അപ്ഡേറ്റുകളും പല കാര്യങ്ങളും പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എക്സ്ലാൻഡിസിൻ്റെ കീ നമുക്ക് മൊത്തത്തിൽ പോയിട്ടുണ്ട്. സോ നമുക്ക് അതിലുള്ള ഓരോ അസറ്റുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും റീബിൽഡ് ചെയ്യണം. റീബിൽഡ് ചെയ്യാനില്ല, അങ്ങനെ തോറ്റു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും റീബിൽഡ് എന്ന് പറയുന്നൊരു സാധനം നമ്മൾ ചെയ്യും. പക്ഷേ എനിക്ക് കുറച്ച് ടൈം നിങ്ങൾ തരണം. എന്താ പറയുക, കുറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നു എക്സ്ലാൻഡിസ് ഇവിടെ തീരുവാണോ എന്നുള്ളത്. എക്സ്ലാൻഡിസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഫാമിലിയാണ്. അത് ഒരു വല്ലാത്തൊരു ഇമോഷനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് എക്സ്ലാൻഡിസ് ഇവിടെ തീരത്തില്ല. അവർക്ക് നമ്മുടെ ഒരു കീയല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റൊക്കെ വീണ്ടും വാങ്ങാന്നേ ഉള്ളൂ. മനസ്സിലായോ? നമ്മൾ എന്തായാലും തിരിച്ച് സർവർ ഞാൻ അപ്പാക്കിയിരിക്കും. മേ ബി ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും കുറച്ച് ഫീച്ചേഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് സർവർ അപ്പായിരിക്കും. അത് എൻ്റെ ഗ്യാരണ്ടി. അതുമാത്രമല്ല, എന്താണ് പറയുക, ഇതല്ലേ നിനക്കന്ന് സംഭവിച്ചേ. ലൈവ് ഇരുന്ന് കഴിയുമ്പോൾ എന്താ പറയേണ്ടത്? സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറയണമെന്നുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ട്. ഞാൻ ഒരു ഓർഡറിൽ വരാം, ഇല്ലെന്നുണ്ടെങ്കിൽ വിട്ടുപോകും. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എക്സ്ലാൻഡിസിൻ്റെ കീ നമുക്ക് നഷ്ടപ്പെട്ടു. ഇനി അത് നമുക്ക് ക്ലെയിം ചെയ്താലും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. അതിലുള്ള അസറ്റുകളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പോട്ടെ, സാരമില്ല. അത് ഞാൻ അതിനെപ്പറ്റി ബോധമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സാധനം തുടങ്ങിയത് കാശുണ്ടാക്കാനല്ല.
ഇതിൽ എനിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കൂടുതലും ഇൻകത്തെക്കാട്ടിലും. ബട്ട് സ്റ്റിൽ ഞാനത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഇഷ്ടത്തിൻ്റെ പേരിലും ഇത് ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് ആൾക്കാർ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ എക്സ്ലാൻഡിൽ നിൽക്കുന്ന സ്റ്റാഫ് ആയിക്കോട്ടെ, അഡ്മിൻ ആയിക്കോട്ടെ, പ്ലേയേഴ്സ് ആയിക്കോട്ടെ, ഈ ഒരു സെർവർ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് ആൾക്കാർ ഉണ്ട്. സോ അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തായാലും എക്സ്ലാൻഡിസ് തിരിച്ചു വരും. അത് വരാതിരിക്കുന്നില്ല. ആ കാര്യം നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. ഒന്ന്. രണ്ടാമത്, ഇത് എന്ത് ചെയ്യണം എന്നെനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പല കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഡൈനോവും കുറേ കാര്യങ്ങൾ പറഞ്ഞു, റിക്ക്, അയക്ക്, ആട് ബ്രോ, എല്ലാവരും, ആൽഫ, എല്ലാവരും പല കാര്യങ്ങൾ എന്ത് ചെയ്യണം, എവിടുന്ന് തുടങ്ങണം എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയാം. നമ്മളൊരു ഫ്രീസായൊരു മൊമെൻ്റ് ആയിരുന്നു, മനസ്സിലായോ? പെട്ടെന്നല്ലേ നമുക്കിപ്പോൾ ഒരു വാണിംഗ് എന്തെങ്കിലും കിട്ടിയിട്ട് നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണെന്നുള്ളതും. നമുക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ്ലി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. സോ അപ്പം ഈ പോയി, അത് പോട്ടെ, സാരമില്ല, നമുക്ക് എന്തായാലും അത് റീബിൽഡ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ സിനാരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തത് എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ്സുകൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ സെർവറിൻ്റെ ഡിസ്കോഡിൽ സ്നീക്ക് പീക്കിൽ നമുക്ക് ഓരോ ദിവസമായിട്ട് നമ്മൾ റിലീസ് ചെയ്ത് തരാം. ഒരു ടൈം പീരീഡ് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം എല്ലാം ഒന്ന് സെറ്റാക്കണം, റെഡിയാക്കണം, അപ്പാക്കണം. അപ്പം എന്തായാലും തിരിച്ചു വരും. പിന്നെ അന്നാരോ ഇവിടെ ലൈവ് ഇട്ടപ്പോൾ എന്തോ ചോദിച്ചത് കണ്ടായിരുന്നു, അതായത് പ്രീമിയത്തിൻ്റെ കേസ്. ആരും വിഷമിക്കണ്ട, ആരുടെയും ₹1 പോലും ഇവിടെ നഷ്ടപ്പെടത്തില്ല. ഇത് ഇൻ കേസ് സെർവർ അപ്പാക്കിയില്ലെങ്കിൽ പോലും നിങ്ങൾ ആരെങ്കിലും ₹1 മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ ₹1 നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിരിക്കും. അതോർത്ത് ആരും വിഷമിക്കണ്ട. പിന്നെ രണ്ടാമത്തെ സിനാരിയോ എന്തൊക്കെയായിരുന്നു റിക്കെ പറയണമെന്ന് വിചാരിച്ചേ? ഞാൻ എല്ലാം വിട്ടുപോയി, ബ്ലാങ്ക് ആയിപ്പോയി. കുറച്ച് മന്ത്ലി ഇൻകം ഉണ്ടാക്കി, ഒരു 300 പോലെ മന്ത്ലി ഒരാളുടെ കയ്യിൽ നിന്ന്. ടർഫ് നമ്മുടെ എല്ലാം പോടാ. ടർഫ് നമുക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം പോയിട്ടുണ്ട്. സാരമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാം റീബിൽഡ് ചെയ്യാൻ തോന്നും. ഇപ്പം എല്ലാം പോയാലും ഇത് ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ 0 എന്നാണ് തുടങ്ങി. ഇപ്പം തിരിച്ച് ആ ഒരു 0 എന്ന് പറയുന്ന പോയിന്റ് വന്ന് നിൽക്കുന്നു എന്നേ ഉള്ളൂ. ബട്ട് ഈ കഴിഞ്ഞ 2 വർഷം ഒരു സെർവർ നടത്തിയ എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഇത് ബിൽഡ് ചെയ്ത എക്സ്പീരിയൻസും ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുണ്ട്, മനസ്സിലായോ? അപ്പം അതുള്ളിടത്തോളം കാലം ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ എന്തായാലും ഇത് തോറ്റു കൊടുക്കാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയാം, തോറ്റു കൊടുക്കത്തില്ല. ഒരുപാട് പേര് ട്രൈ ഹാർഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഇത് കണ്ട് ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ടെന്നും അറിയാം. സന്തോഷത്തിനൊക്കെ ഒരു ലിമിറ്റേ ഉള്ളൂ മോനെ. ഇപ്പം നിങ്ങൾ ആഘോഷിക്ക്, സന്തോഷിക്ക്. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആഘോഷിക്കാം. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. അതവർ പറയണ്ടെന്നാണ് പറഞ്ഞത്. ബട്ട് സ്റ്റിൽ ഈ ഒരു മൊമെൻറ്റിൽ പോലും എന്താ പറയുക, നമ്മളെ ഹെൽപ്പ് ചെയ്യണം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ളവർ പോലും വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഡൗൺ ടൈം കണ്ടിട്ട് അവർ പോലും, ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നില്ല, അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ആരുടെ പേര് പറയാത്തത്. അവർ പോലും വന്ന് നമ്മളോട് പറഞ്ഞു, ഇതേപോലെ വേണമെങ്കിൽ നമ്മുടെ കീ തരാം, നിങ്ങൾ യൂസ് ചെയ്തോളൂ, സെർവർ അപ്പാക്കിക്കോളൂ എന്നുള്ളൊരു കാര്യം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഗൈസ്, താങ്ക് യു. ഒരുപാട് പേര് എന്നോട് വന്ന് പറഞ്ഞായിരുന്നു നമ്മൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് പറഞ്ഞ എല്ലാവർക്കും എന്താ പറയുക, ഹൃദയത്തിൽ നിന്നും വലിയൊരു ബിഗ് താങ്ക്സ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരുപാട് ഹാപ്പിനെസ് തന്നിട്ടുണ്ടായിരുന്നടാ. ഇത് കാണാൻ, ഇത് ഇങ്ങനെയൊക്കെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, കോമ്പറ്റീറ്റേഴ്സ് ഉദ്ദേശിക്കുന്ന ഗ്യാങ് അല്ല കേട്ടോ, സർവേഴ്സാണ് കേട്ടോ. നമ്മുടെ കോമ്പറ്റീഷൻ ഉദ്ദേശിച്ചിരുന്ന എക്സ്ലാൻഡിസിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ബാക്കിയുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയുള്ള ബാക്കിയുള്ള സർവേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അവരുടെ കീ തരാം, നിങ്ങൾ യൂസ് ചെയ്തോളൂ, ഉപകാരമില്ലായിരിക്കുന്നതാണെന്ന് പറഞ്ഞു. അതേപോലെ വേറെ ആൾക്കാർ റണ്ണിങ് സർവേഴ്സിൽ നിന്ന് വന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ കീ യൂസ് ചെയ്തോളൂ, നമ്മുടെ സ്പെയർ കീ ഉണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതെല്ലാം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നിങ്ങൾക്ക് അങ്ങനെ മനസ്സ് തോന്നിയതിൽ വലിയ ബിഗ് താങ്ക്സ് ഗൈസ്. പിന്നെ കറൻ്റ്ലി ആരുടെ കയ്യിൽ നിന്ന് പൈസ സ്വീകരിക്കാത്തതും അതേപോലെ തന്നെ കീ സ്വീകരിക്കാത്തതും അഹങ്കാരം കൊണ്ടല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ആരും. കാരണം എനിക്ക് ഈ ഒരു സെർവർ ഇനിയും പൊങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാലും
പോകത്തില്ല എന്നൊരു ഉറപ്പെനിക്കില്ല. അതാണ് സത്യം. ഇത് പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും മേ ബി ഈ ഒരു വട്ടം ഇങ്ങനെ അവർക്ക് കളയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മേ ബി ഇനിയും അവർക്കത് പോസിബിൾ ആയേക്കാം. ഇതല്ലെങ്കിൽ വേറൊരു കാരണം കൊണ്ട്. സോ നിങ്ങളുടെ ആരുടെയും പൈസ ഇതിൽ കൊണ്ടുവന്ന് കളയാനോ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കീയും കൂടെ നഷ്ടപ്പെടുത്താനോ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ. ആർക്കും ഒന്നും വിഷമം തോന്നരുത്. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി ഗൈസ്. പിന്നെന്താണ് പറയാനുള്ളത്? ഞാനിപ്പോൾ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊന്ന് സ്റ്റേബിളായി. നേരത്തെ ഭയങ്കര ഓവർവെൽമിങ് ആയിരുന്നു. കാരണം ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ലൈവ് ഇട്ടിട്ട് ഇവിടെ വന്നിരുന്നിട്ട് എവിടുന്ന് തുടങ്ങണം എന്ത് പറയണം എന്നറിയാതായിപ്പോയി. എടാ ചാറ്റ് ക്ലിയർ ചെയ്യില്ലടാ. ആണോ? സോ അതിൻ്റെ ഒരു ഓവർവെൽമിങ് ആയിരുന്നു എനിക്ക്. പെട്ടെന്ന് എന്ത് പറയണം എന്ന് അറിയാതെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ട്, സന്തോഷമുണ്ട്. അതേസമയം അത് കണ്ട് എന്താ പറയുക, ആനന്ദ സങ്കടം എന്നൊക്കെ പറയത്തില്ല, അതേപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഈകളെ മെസ്സേജ് അയച്ചു. എന്താ അയച്ചേ? ഈകൾ എന്താ അയച്ചേ? എനിക്ക് ചാറ്റ് ക്ലിയർ ആയിപ്പോയി. ഈകൾ എന്താ അയച്ചേ? അല്ലൊന്ന് പറയുമോ? ഓ, ഈകൾ എന്താ മെസ്സേജ് അയച്ചതെന്നോ? ഞാൻ പറഞ്ഞുതരാം. ഞാനത് വായിച്ച് കേൾപ്പിക്കാം നിങ്ങളെ. എവിടെ ഈകൾ എനിക്കെന്താ മെസ്സേജ് അയച്ചത്? ആരില്ലെങ്കിലും അവസാനം വരെ ഞാൻ കൂടെ ഉണ്ടാകും 100%. ഇത് നിർത്തുവാണെങ്കിൽ നമ്മൾ ടോപ്പിലേ നിർത്തൂ എന്നാണ് ഈകൾ പറഞ്ഞത്. ആ ഒരു സമയത്ത് അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു അത്. കാരണം ആ ഒരു സമയത്ത് ഞാൻ ഭയങ്കര മെൻ്റലി ഭയങ്കര വീക്കായിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അന്ന് ആടബ്രോയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ പെട്ടുപോയനെ. പിന്നെ ഒരുപാട് പേരുണ്ടോ, ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, എന്നെ വിളിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒന്ന് കോൾ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അന്ന് ആരോടും സംസാരിക്കാൻ പറ്റുന്നൊരു മൈൻഡിലോ ഒരു ഇതിലോ അല്ലായിരുന്നു ഞാൻ. അതുകൊണ്ടായിരുന്നു ആരുടെയും കോൾ എടുക്കാൻ. ആർക്കൊന്നും തോന്നരുത്. നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിലും ഇതൊക്കെ കൊണ്ടാണ്. ആർക്കൊരു ഇതും തോന്നരുത് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ റീവർക്ക് അല്ലെങ്കിൽ റീബിൽഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എക്സ്ലാൻഡിസ് എങ്ങും പോകത്തില്ല. എക്സ്ലാൻഡിസ് തിരിച്ചു വരും. അത് ഇന്ന് നിങ്ങളോട് പറയണമെന്നുണ്ടായി. ഭീമ, താങ്ക് യു ഭീമ, താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻസ് ഭീമ. സോറി, അത് ചാറ്റിനിടയ്ക്ക് വിട്ടുപോകുന്നതാണേ. പിന്നെ പിന്നെ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. ന്യൂ നെയിം ഒന്നുമല്ല. എക്സ്ലാൻഡിസ് എന്നുള്ള പേര് തന്നെ ആയിരിക്കും സെർവർ അപ്പാക്കുന്നത്. അതിപ്പം ഇനിയും സെർവർ പോയാലും ശരി ആ പേര് തന്നെ അപ്പാക്കുന്നുള്ളൂ. അതിലും ഒരു വ്യത്യാസമില്ല. എന്തായാലും നമുക്ക് ഒരു വട്ടം നമുക്കിങ്ങനെ പോയി. അതുകൊണ്ട് ഇനി ഈ ലൈവിലല്ല അത് പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും അത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ടാണ് ഇരിക്കട്ടെ. ഇനി ഇതേപോലൊരു ഡൗൺ ടൈം നിങ്ങൾക്ക് വരാത്ത രീതിയിലായിരിക്കും ഇനി സെർവർ അപ്പാക്കുമ്പോൾ നമ്മൾ റെഡിയാക്കുന്നത്. സെർവർ അപ്പാക്കുന്ന അപ്ഡേറ്റ് പതിയെ കൊണ്ടുവന്നാൽ മതി. എല്ലാം സെറ്റാക്കാടാ. അപ്പം സാർക്ക് ഓക്കെ അല്ലേ? അവൻ ഓക്കെയാണ്. ഗോഖോ അങ്ങോട്ട് പറയണമെന്നുണ്ടാ. പിന്നെ ഗൈസ്, അതേപോലെ നിങ്ങൾക്ക് എന്തുകൊണ്ടാ പോയെന്നുള്ള റീസൺസും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾറെഡി നിങ്ങൾക്കറിയാം, ഒരു ലീഗൽ സൈഡ് ഇതേപോലെ പിള്ളേരെ എന്താണ് പറയുക, നമ്മുടെ സെർവറിൽ കളിക്കുന്നവരുടെ ലൈവ് കണ്ട് പിള്ളേർ വഴിതെറ്റുന്നു എന്ന് പറയുന്നൊരു സിനാരിയോ എന്തോ ഉണ്ടായിരുന്നു. ഒരു ലീഗൽ ആയിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറമേ തന്നെ 18+ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഞാനത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവന്നെങ്കിൽ പോലും നമ്മൾ അത് കൊണ്ടുവരാൻ കുറച്ച് താമസിച്ചു പോയി. അത് വേറെ രണ്ടാമത്തെ സിനാരിയോ. പിന്നെ നമ്മുടെ സെർവറിൽ ഉണ്ടായിരുന്ന ചൈൽഡ് ബെഡുകളും സ്കൂളും എല്ലാം ഒരു വിഷയമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ പല കാരണങ്ങളും, അതൊന്നല്ല മൾട്ടിപ്പിൾ റീസൺസ് കൊണ്ടാണ് പോയത്. സോ നമ്മൾ ഇനി സെർവർ കൊണ്ടുവരുന്ന കഴിയുന്ന സമയത്ത്
സെർവറിലെ റൂളുകൾ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിരിക്കും. റൂളുകളിൽ ഒരുപാട് ചേഞ്ചസ് വരും. ഇനി ഒരു വട്ടവും കൂടെ ഇത് പോവാത്ത രീതിയിലായിരിക്കും നമ്മൾ സെർവർ അപ്പാക്കാൻ പോകുന്നത്. അപ്പോൾ റൂളുകളുടെ കാര്യത്തിലും അതേപോലെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് വരാം. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടായി തോന്നാം. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ സർവൈവലാണ്. നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. CFXൻ്റെ റൂൾ എന്താണോ അല്ലെങ്കിൽ റോക്സ്റ്റാറിൻ്റെ റൂൾ എന്താണോ അത് ഫോളോ ചെയ്ത് മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. RPL സ്കൂൾ പാടില്ല എന്നാണ് അപ്പോൾ കോളേജ് ആക്കാലോ. പിന്നെ എന്താണ് നെക്സ്റ്റ് തിങ്, ടോക്സിസിറ്റി എന്ന് പറയുന്നൊരു സാധനം ഇനി വളരെ സീരിയസ് ആയിട്ടായിരിക്കും സെർവറിൽ എടുക്കാൻ പോകുന്നത്. സോ ടോക്സിക് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോക്സിക് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നല്ലൊരു ടൈമാണ്. വേറെ സെർവറിൽ നിങ്ങൾക്ക് ബേസ് ബിൽഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. എക്സലാൻഡിസ് അപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോക്സിസിറ്റിയിൽ വളരെ വലിയൊരു റൂൾ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. നമുക്കിനി ഇത് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമില്ല. അത് അടുത്തൊരു സിനാരിയോ. RDR സെർവറോ ഇതൊന്നും ശരിയായിട്ട് പോരെ ബ്രോ? നമ്മളൊക്കെ ഇല്ലേ കൂടെ പ്രാർത്ഥന. ജാനകി രാവണൻ, താങ്ക് യു ബ്രോ. ജാനകി രാവണൻ, വെൽക്കം ടു സ്ട്രീം. ആരുടെയും എനിക്കറിയാം, എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ എക്സ്ലാൻഡിസിനൊരു സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ഒരു QR ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നല്ല 2 സെർവർ തുടങ്ങാനുള്ള പൈസ വരുമെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, എനിക്ക് ആരുടെയും പൈസ ഇതിൽ കൊണ്ടുവന്ന് ഇനി ഇത് പോകുമോ എന്ന് ഉറപ്പില്ലാത്തടത്ത് കളയാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ്. എവരിത്തിങ് വിൽ ഗെറ്റ് സോൾവ്. കാസ്ട്രോ എന്ത് പറഞ്ഞു? കാസ്ട്രോ ഇതുപോലെ തന്നെ പറഞ്ഞു, വിഷമിക്കേണ്ട, നമുക്കെല്ലാം സെറ്റാക്കാൻ തന്നെയാണ് കാസ്ട്രോയും പറഞ്ഞത്. എവരിത്തിങ് വിൽ ബി ഗെറ്റ് സോൾവ്. മനസ്സിൽ ഓൾവേസ് ഓൾ ഹാപ്പി ബാക്ക് മെയിൻലി പ്ലീസ് എല്ലാ ബോയ്സ് ടു കം ബാക്ക് വിത്ത് റെഗുലർ ലൈവ്സ് ആസ് വി ആർ മിസ്സിംഗ് ദോസ് ഓൾ ദിസ് ഗൈസ്. എല്ലാവരും ഇന്നോട്ട് ലൈവൊക്കെ വന്ന് തുടങ്ങും. എല്ലാവരും തിരിച്ചു വന്ന് ലൈവെല്ലാം വന്ന് തുടങ്ങും. റോക്സ്റ്റാർ റിപ്ലൈ, ടെർമിനേറ്റ് ആയ സെർവറുകൾക്ക് റോക്സ്റ്റാർ റിപ്ലൈ കൊടുക്കാറില്ല. ഒന്നാമത്തെ കാര്യം, അവർ അപ്പീൽ ചെയ്യാമെന്ന് പറയും, നമ്മൾ അപ്പീൽ ചെയ്യും. ബട്ട് നമുക്കൊരിക്കലും റിപ്ലൈ കിട്ടാൻ പോകുന്നില്ല. 6 മാസവും 1 വർഷമൊക്കെ ആയ സെർവേഴ്സ് ഉണ്ട് ഇപ്പോഴും റിപ്ലൈ കിട്ടാതെ. സോ അതിൽ പ്രതീക്ഷയൊന്നും ആരും വെക്കണ്ട. ഞാൻ ഇപ്പോഴും പറയാം, 100% അത് പോയി. മനസ്സിലായോ? പോയതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല ബ്രോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അടുത്ത് എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കുക, മൂവ് ഓൺ ആവുക, അതേ നടക്കത്തുള്ളൂ. സിമ്പിൾ ആസ് ദാറ്റ്. പോയത് പോയി. ഇപ്പം പോയി, അത് പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞോണ്ടോ അല്ലെങ്കിൽ വിഷമിച്ചിരുന്നോണ്ടോ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അടുത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക, മൂവ് ഓൺ ആവുക, അതേ നടക്കത്തുള്ളൂ. അപ്പം അത് തന്നെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പൈസ ഒന്നുമില്ല, ബട്ട് ഫുൾ സപ്പോർട്ട് കാണാം. അപ്പം പൈസ ഒന്നുമില്ല. താങ്ക് യു കെവിൻ സി ബ്രോ. നിങ്ങളൊക്കെ ഈ സപ്പോർട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ഇവിടെ വന്നിരുന്നപ്പം ഞാൻ ഓവർവെൽമിങ് ആയിപ്പോയത്. കാരണം ഇത്രയൊരു സപ്പോർട്ട് എല്ലാവരുടെയും സൈഡിൽ, ഞാൻ പറഞ്ഞില്ല, വ്യൂവേഴ്സ് ആയാലും പ്ലേയേഴ്സ് ആയാലും ഇവിടെ ഞങ്ങളുടെ സ്റ്റാഫ് ആയാലും ഡെവലപ്പേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരുടെ കയ്യിൽ നിന്നും വന്ന സപ്പോർട്ട് വളരെ അധികമായിരുന്നു. അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇനി ഇപ്പോൾ എക്സ്ലാൻഡിസിന് തിരിച്ചു വന്നാലും ഇത് എൻ്റെ സെർവറിനുപരി ഇത് നമ്മുടെ സെർവറായിരിക്കും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പാഷൻ്റെ പുറത്ത് തുടങ്ങിയ ഒരു സെർവറാണ്. സോ ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ പഴയ എക്സ്ലാൻഡിസ്, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പഴയ എക്സ്ലാൻഡിസ് എങ്കിലും തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ഇല്ലെങ്കിൽ അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരെണ്ണം. പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ. എക്സ്ലാൻഡിസ് എന്ന് പറയുന്നത് അതൊരു ഇമോഷനായിരുന്നു. പൈസയുടെ ഒക്കെ ആവശ്യമുണ്ട്, അതൊന്നും ആരും വെറി ചെയ്യണ്ട. പൈസേനെ പറ്റി നിങ്ങൾ ആരും വെറി ചെയ്യണ്ട. അത് എന്താണേലും എങ്ങനെയാണേലും ഊരാനോ
അതെന്താ നിങ്ങക്ക് മനസ്സിലായോ? ഞാൻ കാണിച്ചു തരാം. കൈ എന്താ ഇത് കണ്ട, ഈ കൈ പൊക്കി കാണിച്ചിട്ട് പറയാതാ ഇവിടുന്ന് തുടങ്ങാതെ നമുക്ക്. നിങ്ങൾ അതിനെപ്പറ്റി ആരും പറയണ്ട. അത് ഞാൻ തന്നെ സെറ്റ് ചെയ്തോളാം. ഇനി പോയി ഇത് ഇനി വീണ്ടും പോവുകയാണെങ്കിലും ആ നഷ്ടം ഞാൻ മാത്രം സഹിച്ചാൽ മതി, വേറെ ആരും സഹിക്കണ്ട. You can build excellent from scratch. You can do it again. Thank you, Captain Bro. പിന്നെന്താണ്, കം ബാക്ക് സ്ട്രോങ്ങർ ദാൻ സെറ്റ് ബാക്സ്. ഗൈസ് നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്തൊരു ചീത്ത നടന്നാലും ഞാൻ അതിൽ നിന്ന് കുറച്ച് പോസിറ്റീവ് കണ്ടുപിടിക്കാൻ നോക്കും. സോ ഇതും ഒരു നല്ലൊരു പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. ഇങ്ങനെ നമുക്ക് പോയ സമയത്ത് നമുക്ക് ഒരുപാട് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റി. എങ്ങനെയാണ് ആൾക്കാർ പൊട്ടിച്ചിരിച്ചുകൊണ്ടും പുറയിൽ അവന് തെറി പറയുന്ന ആൾക്കാർ കുറേ പേരുണ്ട്, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് വന്ന് തെറി പറയുന്നവർ കുറേ പേരുണ്ട്, കർമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേരുണ്ടായിരുന്നു. എല്ലാം കൊള്ളാം, നല്ലതാണ്. അതൊന്നും കുഴപ്പമില്ല. ഇപ്പം ബോൾ നിങ്ങളുടെ കോർട്ടിലാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ബട്ട് അത് അതേ കാലം നിൽക്കില്ല. മനസ്സിലായോ? ഒരാളുടെ കാലിനടിയിൽ എപ്പോഴും ബോൾ നിൽക്കത്തില്ലല്ലോ, അതിങ്ങനെ കറങ്ങി വരും. സോ ഇപ്പം നിങ്ങൾ എൻജോയ് ചെയ്യും, ഹാപ്പി ആയിട്ടിരിക്കും, ആഘോഷിക്കും. ഇത് വീണ്ടും വരും, നിങ്ങൾ വീണ്ടും അടിച്ചിടാൻ നോക്ക്. ഞാനത് എങ്ങനെ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാനും ശ്രമിക്കാം. നമുക്കപ്പോൾ ഇനി ഇതൊരു കോമ്പറ്റീഷനായിട്ട് കൊണ്ടുപോകാം. സംഭവം അങ്ങനെയാണല്ലോ. അതുകൊണ്ടത് ഒരു ഡൗട്ട്. നെയിം തന്നെയാണോ എക്സ്ലാൻഡിസ് നെയിമാണോ ഇടുന്നത്? എക്സ്ലാൻഡിസ് എന്ന് പറഞ്ഞ പേര് തന്നെ ഈ സെർവറിന് മുന്നോട്ട് പോകത്തുള്ളൂ. അത് എത്ര കാലം ഇനി ഓടുമെന്ന് അറിയത്തില്ല. ഓടുന്ന എത്ര കാലവും ഇപ്പം നമ്മുടെ ഡിസ്കോഡിന് ബാം വന്നു കഴിഞ്ഞാൽ പോലും എക്സ്ലാൻഡിസ് എന്ന് പറയുന്ന പേര് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, എല്ലാം സംഭവിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കാനിരിക്കുന്നത് നല്ലതിന് എന്ന് വിചാരിക്കും. സൈഡിൽ കൂടെ കോമഡി ആയിരിക്കും തടി. അപ്പൊ നമ്മൾ നമ്പർ 1 എന്നുള്ള ഹോട്ട്സ്റ്റാർ വരെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ നമ്മൾ നമ്പർ 1 ആയതുകൊണ്ടല്ലേ ഹോട്ട്സ്റ്റാർ വരെ നമ്മളെ ശ്രദ്ധിച്ചിരുന്നു. ഹോട്ട്സ്റ്റാർ നമ്മൾ ശ്രദ്ധിച്ചു എപ്പോ? ഓ റോക്ക് സ്റ്റാർ. എടാ നീയൊക്കെ എന്നെ ചിരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. റോക്ക് സ്റ്റാർ അതാണ് അതിന്റെ ഹോട്ട്സ്റ്റാർ. റോക്ക് സ്റ്റാർ, ROCK, റോക്ക് പാറ. അയ്യോ.